കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ മറ്റുള്ളവർക്ക് ഒപ്പമെത്താനാകാതെ പകച്ചു നിൽക്കുന്ന കുഞ്ഞുങ്ങൾക്കും യുവതിവാക്കൾക്കും ഒരു ദിശാബോധം നൽകുവാൻ, ഒരു പ്രതീക്ഷ നൽകുവാൻ മാതാപിതാക്കൾക്കും അധ്യാപകർക്കും ഈ സമൂഹത്തിനും കഴിയണം. കാരണം വിദ്യാഭ്യാസ രംഗത്തും തൊഴിൽ രംഗത്തും ഒരുപാട് അറിവുകൾ, ആശയങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു. ആഗോള വിദ്യാഭ്യാസ മേഖലയിൽ, തൊഴിൽ മേഖലയിൽ ദിനം പ്രതി മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ആ മാറ്റത്തിനനുസരിച്ച് നാമും പോയേ മതിയാവും. ഇന്ന് ലോകത്ത്, നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സമൂഹത്തിൽ വിദ്യാഭ്യാസ രംഗത്തും തൊഴിൽ രംഗത്തും വരുന്ന മാറ്റത്തിനനുസരിച്ച് നാം മാറിയില്ല എങ്കിൽ കാലം നമ്മെ ഈ രംഗത്തു നിന്നെല്ലാം മാറ്റി നിർത്തപ്പെടുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. കാരണം നമ്മുടെ സമൂഹത്തിൽ സംഘടിത ശക്തിയില്ലാത്ത അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന പാവപ്പെട്ട രക്ഷകർത്താക്കളുടെ മക്കളാണ് നമ്മുടെ ഇടയിൽ ഭൂരിഭാഗവും. അവരെ സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലകളുടെ ഉന്നതിയിലേക്ക് കൈപിടിച്ചുയർത്തുക എന്നതാണ് നമ്മുടെ ഉദ്ദേശമെങ്കിലും അത് പോരാ. നമ്മുടെ കുഞ്ഞുമക്കളെ, നമ്മുടെ യുവതിവാക്കളെ സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലകളുടെ ഉന്നതിയിലേക്ക് കൈപിടിച്ചുയർത്തുന്നതോടൊപ്പം ഒരു തൊഴിൽ മേഖലയിലേക്ക് എങ്ങനെ ഉയർത്തിവിടാം എന്നതായിരിക്കണം നമ്മുടെ ചിന്ത. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി വിദ്യാഭ്യാസത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു: വിദ്യാഭ്യാസം കൊണ്ട് അറിവ് നേടുന്നതോടൊപ്പം അത് ജീവിക്കാൻ ഒരു ഉപാധിയായി, തൊഴിലായി മാറണം. അത് ശാസ്ത്ര സാങ്കേതിക വിദ്യാഭ്യാസമായാലും പൊതുവിദ്യാഭ്യാസമായാലും തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസമായാലും എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസമായാലും ഉൾപ്പെടെ ഏത് തരത്തിലുള്ള വിദ്യാഭ്യാസമായാലും കലാകായിക രംഗത്തുള്ള വിദ്യാഭ്യാസമായാലും അത് ജീവിക്കാനാവശ്യമായൊരു ഉപാധിയായി, ഒരു തൊഴിലായി മാറിയെങ്കിലേ നേടിയ വിദ്യാഭ്യാസം കൊണ്ടൊരു പൂർണ്ണത കൈവരിക്കാനാകൂ എന്ന് രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ആയതിനാൽ കുട്ടികളുടെ വിദ്യാഭ്യാസവും ഒരു തൊഴിലായി മാറുവാൻ കൂട്ടായ യജ്ഞം ആവശ്യമാണ്. അതിനുവേണ്ടി എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കണം എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.